ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഷെയ്സ്കോപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തൊട്ട് HSST കെമിസ്ട്രി ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലാണ് തുടങ്ങുന്നത്. ഞാനിപ്പം ഇന്ന് തുടങ്ങുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഇനി ഏതെങ്കിലും പോർഷൻസ് ടഫായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ പോർഷൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ഗ്രൂപ്പ് 13 ആണ്. അതായത് ഇനോർഗാനിക് കെമിസ്ട്രി പോർഷൻസ് നമ്മൾ കുറച്ചധികം മഗ്ഗപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ലോജിക്ക് വെച്ച് ചിലപ്പോൾ ഓർത്ത് വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. നോട്ട്സൊക്കെ ഉണ്ടാക്കി തന്നെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് നമുക്ക് പി ബ്ലോക്കും എസ് ബ്ലോക്കും ഒക്കെ വരുന്നത്. ഞാൻ ആദ്യം പി ബ്ലോക്കാണ് എടുക്കുന്നത്. എസ് ബ്ലോക്ക് കുറച്ചുകൂടി ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ കുറേ +2 പഠിച്ചിട്ടുണ്ട്, +1 +2 കാലത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പി ബ്ലോക്ക് നമുക്ക് ഡിഗ്രി ലെവലിൽ തന്നെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പി ബ്ലോക്കാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പാകത്തിലായിരിക്കും. കാരണം ഇതങ്ങനെ തന്നെ പഠിക്കേണ്ട ഒരു പോർഷനാണ്. നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാണ്ട് വേറൊരു വഴിയും ഇത് മഗപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബൈഹാർട്ട് അടിക്കാൻ വേണ്ടിയിട്ടോ കാണുന്നില്ല. കാരണം നമ്മൾ ആ നോട്ട്സ് റിവൈസ് ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പി ബ്ലോക്ക് എലമെൻറ്റ്സിലും ഡി ആൻഡ് എഫ് ബ്ലോക്കിലൊക്കെ വരുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് കുറച്ച് ടേബിൾസൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിൻ്റെ റിട്ടൺ നോട്ട്സ്, ഹാൻഡ് റിട്ടൺ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞാൻ അത് അതിനോടൊപ്പം ഞാൻ മുൻപ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ HSAയുടെ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ മെയിൽ ID കൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മെയിൽ IDയിലേക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ് അയച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ID കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് ഏതാണ് താലിയമാണ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാദ്യം നമ്മൾ ജനറലായിട്ട് കുറച്ച് ജനറൽ പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ജനറൽ പ്രോപ്പർട്ടീസിനെ നമുക്കൊരു ടേബിളിലേക്ക് മാറ്റുകയാണെങ്കിൽ, ഞാനിപ്പോൾ ടേബിൾ വരയ്ക്കുന്നത് പ്രോപ്പർ ഒരു ടേബിൾ ആയിരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങളതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് വൃത്തിയിലൊക്കെ വരച്ചുകൂടാ. ഞാൻ ക്ലാസ് എടുക്കാനുള്ളൊരു എളുപ്പത്തിന് ഇങ്ങനൊരു ടേബിൾ വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾ വൃത്തിയിൽ വരയ്ക്കുക കേട്ടോ. അപ്പോൾ നോട്ട് എഴുതിയെടുക്കുമ്പോൾ കുറച്ച് വൃത്തിയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ കുറച്ചുകൂടെ വായിച്ചെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. അപ്പം ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം എന്നിങ്ങനെ പ്രോപ്പർട്ടീസ് എഴുതാനൊരു കള്ളി, അതേപോലെ ഒരു കോളവും, അതേപോലെ ഓരോ എലമെൻറ്റിൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ടൊരു കോളം കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ പ്രോപ്പർട്ടീസ് എഴുതാം. ഇവിടെ നമ്മൾ എലമെൻറ്റ്സിൻ്റെ പേര് എഴുതാം. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. ഓക്കെ അല്ലേ? ഇനി ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. സോ ഡെൻസിറ്റി, ഈ ഓരോ എലമെൻറ്റിൻ്റെയും ഡെൻസിറ്റി നമുക്ക് എത്രയാണെന്ന് ആദ്യം ഒന്ന് നോക്കി നോക്കാം. അപ്പം ബോറോണിൻ്റെ ഡെൻസിറ്റി വരുന്നത് 3.30 ആണ്. അലൂമിനിയത്തിൻ്റെത് 2.70 ആണ്. ഇവിടെ 5.91 ആണ്. ഇവിടെ 7.31 ആണ്. ഇവിടെ 11.9 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ആ ട്രെൻഡ് നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് ബോറോൺ ടു അലൂമിനിയം പോകുന്ന സമയത്ത് ഇവിടെ ഡിക്രീസ് ചെയ്യാണ്. ബട്ട് അലൂമിനിയം ടു ഗാലിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഗാലിയം ടു ഇൻഡിയവും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻഡിയം ടു താലിയവും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിൻ്റാണ്. മെൽറ്റിംഗ് പോയിൻ്റ് വരുന്നത് എത്രയാണെന്ന് നോക്കാം. 2030, 659, 29.8, 156.4, 303. ഇതിലുള്ള ട്രെൻഡ് എന്താണ്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു എന്താ പറയുക,
ഒട്ടും സാധാരണമല്ലാത്ത രീതിയിലൊരു ഡിക്രീസ് സംഭവിക്കുന്നുണ്ട് അല്ലേ. ഇവിടെയും നമുക്ക് ഡിക്രീസ് ചെയ്യുന്നു എന്ന് എഴുതാം, പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഹീറ്റ് ഓഫ് സബ്ലിമേഷനാണ് പറയാനുള്ളത്. ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ എന്താണ്? സോളിഡിൽ നിന്ന് നേരെ ഗ്യാസ് ആവുന്ന വേപ്പർ ഫേസിലേക്ക് പോകുന്ന പ്രോസസ്സാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ട എൻതാൽപ്പി അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. 564.8, 324.3, 213.2, 241.4, 179.1 ഇങ്ങനെയാണ് വരുന്നത്. ഇതിലെ ട്രെൻഡ് എന്താണ്? ഇവിടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഡിക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 179.1 ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ട്രെൻഡ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കാര്യങ്ങൾ നോക്കിയാൽ മതി. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ലോ ആയിട്ടുള്ള 13 ഗ്രൂപ്പിലെ എലമെൻറ്റ് ഏതാണ്, ലോ ആൻഡ് ഹൈ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഡെൻസിറ്റി ലോ ആൻഡ് ഹൈ ആർക്കാണ്? ഏറ്റവും ലോ ഡെൻസിറ്റി ഉള്ളത് അലൂമിനിയത്തിനാണ് അല്ലേ, അലൂമിനിയത്തിനാണ്. ഏറ്റവും ഹൈ ഡെൻസിറ്റി ഉള്ളത് താലിയത്തിനാണ്. ഇനി മെൽറ്റിംഗ് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് ആർക്കാണ്? ലോ മെൽറ്റിംഗ് പോയിൻ്റ് വരുന്നത് ഗാലിയത്തിനാണ്. ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് വരുന്നത് ആർക്കാണ്? ബോറോണിനാണ്. ഇനി ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്? ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ ഏറ്റവും കൂടുതലുള്ളത് ബോറോൺ തന്നെയാണ്. ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? TL-നാണ്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഓർത്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു ജനറൽ പ്രോപ്പർട്ടീസിൻ്റെ ട്രെൻഡ് മനസ്സിലാവും. അതായത് നിങ്ങൾ ഈ ഒരു ടേബിൾ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ എഴുതിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ടേബിൾ നോക്കുക, എന്നിട്ട് അതിൽ ലോ ഏതാണ് ഹൈ ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ഒഴിവാക്കിയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയുള്ള പ്രോപ്പർട്ടീസൊക്കെ പറയുന്ന സമയത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇനിയുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, എന്താണ് വരേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്കറിയാം ഈ 13 ഗ്രൂപ്പ് എലമെൻസിന് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഒരു എസ് ഓർബിറ്റലും ഔട്ടർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഒരു എസ് ഓർബിറ്റലും പിന്നെ പി ഓർബിറ്റൽ ഒരു ഇലക്ട്രോണും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിനിവിടെ വേക്കൻ്റ് ആയിട്ട് 2 ഓർബിറ്റൽ അവൈലബിൾ ആണ് അല്ലേ, 2 ഓർബിറ്റൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പി ഓർബിറ്റലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഈസിയാണ്, പക്ഷേ എസ് ഓർബിറ്റൽ ആ ഇലക്ട്രോൺസ് പെയ്ഡാണ്, എനർജി കൂടുതൽ കൊടുക്കേണ്ടി വരും അവിടെ ഉള്ള ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ. അപ്പം ഈ പി ഓർബിറ്റലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഈസി ആയതുകൊണ്ട് തന്നെ അയണൈസേഷൻ എനർജീസ് ഓഫ് 13 ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എസ് ബ്ലോക്കിലുള്ള എലമെൻസിനെക്കാട്ടിലും സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിനെക്കാട്ടിലും അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ അയണൈസേഷൻ എനർജീൻ്റെ ട്രെൻഡ് എന്ന് നോക്കാം. അപ്പോൾ അയണൈസേഷൻ എനർജി ഇപ്പോൾ I എന്ന് എഴുതുന്ന അയണൈസേഷൻ എനർജിയാണ് കേട്ടോ. നേരത്തെ പോലെ തന്നെ കള്ളി പ്രോപ്പർട്ടീസ് തന്നെയാണ് നമ്മൾ ഇനിയും പറയാനുള്ളത്. അപ്പോൾ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇത്രയും എലമെൻസിൻ്റെ അയണൈസേഷൻ എനർജി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ബോറോണിന് വരുന്നത് 800 ആണ്, ജൂളിലായിരിക്കും നമ്മൾ അയണൈസേഷൻ എനർജി പറയുക. അലൂമിനിയത്തിന് 577 കിലോ ജൂൾ പെർ മോളിലാണ് അയണൈസേഷൻ എനർജി പറയുന്നത്. അപ്പോൾ അലൂമിനിയത്തിന് 577 ആണ്. അതേപോലെ ഗാലിയത്തിന് വരുന്നത്
579 ആണ്. ഇവിടെ 558 ആണ്. താലിയത്തിന് വരുന്നത് 589 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബോറോൺ എക്സിബിറ്റ് ചെയ്യുന്നത് +3 ആണ്. ബാക്കി എല്ലാ എലമെൻറ്റ്സും +1ഉം +3യും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ താലിയത്തിൻ്റെ കേസിൽ +3 ആണ്. താലിയത്തിൻ്റെയും മറ്റ് എലമെൻസിൻ്റെയും ഒക്കെ കേസിൽ +3 ആയിരിക്കും മോർ സ്റ്റേബിളായിട്ട് വരുന്നത് കേട്ടോ. അതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, ഇനി ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ. ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ തന്നെയാണ്. ഈ ബ്ലോക്കിലുള്ള 13 ഗ്രൂപ്പ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ മെറ്റാലിക് ക്യാരക്ടർ ഉള്ളതാണ്. പക്ഷെ ബോറോൺ സെമി മെറ്റലാണ്, മെറ്റലല്ല. അപ്പം നമുക്ക് സെമി മെറ്റൽ എന്ന് എഴുതാം. അപ്പം സെമി മെറ്റൽ. ബാക്കിയൊക്കെ എന്താണ്? അലൂമിനിയം ഒക്കെ മെറ്റലാണ്, ഗ്യാലിയം മെറ്റലാണ്, ഇൻഡിയം മെറ്റലാണ്, താലിയവും മെറ്റൽ തന്നെയാണ്, മെറ്റലാണ്. ഓക്കെ, ഇനി ടെൻഡൻസി ടു ഫോം അയണിക് കോമ്പൗണ്ട്. ടെൻഡൻസി ടു ഫോം അയണിക് കോമ്പൗണ്ട്. അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ പാരഗ്രാഫായിട്ട് തരുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരും വായിക്കാൻ. നമ്മളിത് ഇതേപോലെ ടേബിളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും നമുക്ക് പഠിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ തരുന്നത്. അപ്പോൾ അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാൻ ബോറോണിനെ സംബന്ധിച്ച് ലോ ടെൻഡൻസിയാണ്. ബാക്കിയൊക്കെ എന്താണ്? Al3+ ഫോം ചെയ്യുന്നുണ്ട്, ഗ്യാലിയാണ് Ga3+ ഫോം ചെയ്യുന്നുണ്ട്, ഇൻഡി ആണെങ്കിലും In3+ ഫോം ചെയ്യുന്നുണ്ട്, താലിയാണെങ്കിലും ഫോം ചെയ്യുന്നുണ്ട്. ഇനി ടെൻഡൻസി ടു ഫോം കോവാലൻ്റ് ബോണ്ടാണെങ്കിലോ? ടെൻഡൻസി ടു ഫോം കോവാലൻ്റ് ബോണ്ട്. കോവാലൻ്റ് ബോണ്ടാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഹയർ ആണ്. കാരണം ബോറോണിൻ്റെ കേസിൽ ഹയർ ആയിരിക്കും. കാരണം ബോറോൺ ഹൈ പോളറൈസിങ് പവർ ഉണ്ട്. അപ്പോൾ ഷെയ്ഡ് പെയർ ഓഫ് ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ തൻ്റെ ഭാഗത്തേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ബോറോണിനുണ്ട്. അതുകൊണ്ട് തന്നെ ഹയർ കോവാലൻ്റ് ക്യാരക്ടർ ആയിരിക്കും ബോറോണിൻ്റെ കേസിൽ ഉണ്ടാവുക. ബാക്കി എല്ലാത്തിൻ്റെയും കേസിലും അത് നമുക്കില്ല എന്ന് തന്നെ പറയാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് ജനറലായിട്ട് ആണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മളിനി വരുന്ന പോർഷൻസിൽ പറയുന്നതായിരിക്കും. ജനറലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ റിയാക്ഷൻ വിത്ത് എയർ ആണ് ഇനി പറയാനുള്ളത്. റിയാക്ഷൻ വിത്ത് എയർ. റിയാക്ഷൻ വിത്ത് എയർ, എയറുമായിട്ടുള്ള റിയാക്ഷൻ. റിയാക്ഷൻ വിത്ത് എയർ. അപ്പം എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പ്യുവർ ഫോം ഓഫ് ബോറോൺ എന്ന് പറയുന്നത് നോൺ റിയാക്റ്റീവ് ആണെന്ന് പറയാം നമുക്ക്. നോ റിയാക്ഷനാണ്, നോൺ റിയാക്റ്റീവ് ആണ്. പക്ഷേ ഹീറ്റഡ് ഫോമിൽ അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്റ്റ് ചെയ്യും ബോറോൺ. ഇനി അലൂമിനിയം ആണെങ്കിൽ എയറുമായിട്ട് റിയാക്ട് ചെയ്യും. എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും. അലൂമിനിയത്തിൻ്റെ പുറത്തൊരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും. ഫർദർ ഓക്സിഡേഷൻ വഴി അലൂമിനിയത്തിൻ്റെ കളർ പോവാതിരിക്കാനൊക്കെ ഈ ഓക്സൈഡ് ലെയർ ഹെൽപ്പ് ചെയ്യും. മറ്റ് രണ്ടെണ്ണം എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി പൊതുവേ നമുക്ക് കുറവാണെന്ന് പറയാം. ബട്ട് താലിയം ഇതുപോലെ തന്നെ അലൂമിനിയം പോലെ തന്നെ ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുന്നുണ്ട് ചില കേസിൽ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കാം. ഇനി റിയാക്ഷൻ വിത്ത് വാട്ടറാണ് നമുക്ക് പറയാനുള്ളത്. റിയാക്ഷൻ വിത്ത് വാട്ടർ. റിയാക്ഷൻ വിത്ത് വാട്ടർ എന്ന് പറയുമ്പോൾ ബോറോണിന് പ്രത്യേകിച്ച് റിയാക്ഷനൊന്നുമില്ല, നോ റിയാക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അലൂമിനിയം എന്ത് സംഭവിക്കുന്നുണ്ട്?
അലുമിനിയം ഇതേപോലെ റിയാക്ട് ചെയ്തിട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ റിലീസ് ചെയ്യും നമുക്ക് പറയാം. ഇനി ഓക്സിജൻ ഇല്ലാതെ ഗാലിയത്തിന് റിയാക്ഷൻ ഉണ്ടാവില്ല. ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജനെ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ, വാട്ടറുമായിട്ട് റിയാക്ഷൻ ഉണ്ടാവുള്ളൂ ഗാലിയത്തിന്. അതേപോലെ തന്നെ ആണ് ഇൻഡ്യത്തിൻ്റെ കേസിലും നോ റിയാക്ഷൻ വിത്തൗട്ട് ഓക്സിജനാണ്. അതായത് ഓക്സിജൻ്റെ പ്രസൻസിലെ റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ താലിയത്തിൻ്റെ കേസ് അവിടെ വിടുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബോറോണും സിലിക്കണും തമ്മിലുള്ള ഡയഗണൽ റിലേഷൻഷിപ്പാണ്. ഡയഗണൽ റിലേഷൻഷിപ്പിൽ ഒരു 10ഓളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബോറോണും സിലിക്കണും തമ്മിലുള്ള ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ബോറോൺ സിലിക്കൺ തമ്മിലുള്ള ഡയഗണൽ റിലേഷൻഷിപ്പ് പറയുന്ന സമയത്ത് ഫസ്റ്റ് പറയേണ്ട കാര്യമാണ് ബോറോണും സിലിക്കണും, അതായത് നെക്സ്റ്റ് ഗ്രൂപ്പിലുള്ള നെക്സ്റ്റ് എലമെൻറ്റുമായിട്ടാണ് റിലേഷൻഷിപ്പ്. ബോറോൺ എന്ന് പറയുന്നത് കാർബണിൻ്റെ ഗ്രൂപ്പിലെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ടുള്ള സിലിക്കൺ ആയിട്ടാണ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ മെറ്റാലിക് ക്യാരക്ടറാണ്. നോൺ മെറ്റാലിക് ക്യാരക്ടർ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് പറയും. ആ നോൺ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് പറയാം, ഹൈ ബോയിലിംഗ് പോയിൻറ്റും പറയാം. ഇനി ഹൈ നോൺ മെറ്റാലിക് ക്യാരക്ടറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും പറയാം, ഹൈ അയണൈസേഷൻ എൻതാൽപ്പിയും പറയാം. ഇനി അതേപോലെ രണ്ടാമത്തെ സംഗതിയാണ് ഡെൻസിറ്റി. നമ്മൾ നേരത്തെ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. ബോറോണ്ടത് ഏകദേശം 3.3 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഏകദേശം അതേ ഒരു വാല്യൂ തന്നെയാണ് സിലിക്കണും, ഏകദേശം ഒരു 3.5 ആണ് വരുന്നത്. ബോയിലിംഗ് പോയിൻറ്റിൻ്റെ കേസാണെങ്കിൽ ബോറോണിൻ്റെ വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് 2550 ആണ്. സിലിക്കണിൻ്റെ വരുന്നത് ഏകദേശം 2680 ആണ്. അതായത് ഏകദേശം അടുത്ത വാല്യൂസാണ് വരുന്നത് എന്നുള്ളതാണ്. ഇനി തേർഡ് തിങ് എന്ന് പറയുന്നത് ഒക്കറൻസ് ആണ്. എന്താണ് ഒക്കറൻസ്? ഭൂമിയിൽ അതെങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഒക്കറൻസ് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒക്കറൻസ് വരുന്നത് ഇൻ കമ്പൈൻഡ് സ്റ്റേറ്റ് ആണ്. അതായത് ഫ്രീ സ്റ്റേറ്റിൽ ബോറോണും സിലിക്കണും കാണുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് കാറ്റയോൺ ആണ്. സ്റ്റെബിലിറ്റി ഓഫ് കാറ്റയോൺ സ്റ്റേബിൾ അല്ല. നമുക്കറിയാം ഇപ്പോൾ 3+ ആണെങ്കിലും അതേപോലെ തന്നെ +1 ആണെങ്കിലും കാറ്റയോൺ ഈസ് നോട്ട് സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാം. രണ്ടിൻ്റെയും, സിലിക്കണിൻ്റെ അതെ ബോറോണിൻ്റെ അതെ, കാറ്റയോൺ അത്ര സ്റ്റേബിളൊന്നും അല്ല. അപ്പോൾ ടെൻഡൻസി ടു ഫോം. ഇനി അടുത്തത് നമുക്കറിയാം ഗ്രൂപ്പിലെ ബാക്കി എല്ലാ എലമെൻറ്റ്സും അയോണിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഇവർ ഫോം ചെയ്യുന്നത് കോവാലൻറ്റ് കോമ്പൗണ്ട്സ് ആണ്. കോവാലൻറ്റ് കോമ്പൗണ്ട് ഫോർമേഷനാണ് നടക്കുന്നത് ബോറോണിൻ്റെയും സിലിക്കണിൻ്റെയും കേസിൽ. ഇനി ഓക്സോ ആസിഡ്സ് ആൻഡ് ഓക്സൈഡ്സ് എന്ന് പറയുന്ന പോർഷനാണ്. ഓക്സൈഡ്സ് ആൻഡ് ഓക്സോ ആസിഡ്സ്. ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ ബോറോണിൻ്റെ കേസിൽ സ്റ്റേബിൾ ഓക്സൈഡ്സ് വരുന്നത് B2O3 വരുന്നുണ്ട്. അതേപോലെ തന്നെ സിലിക്കണിൻ്റെ കേസിൽ നമുക്കറിയാം SiO2 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. SiO2 വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഓക്സൈഡ്സും വീക്ക്ലി അസിഡിക് ആണെന്ന് നമുക്ക് പറയാം. അസിഡിക് ആണ്. ഓക്കെ, അതായത് B2O3യിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആസിഡാണ്, H3BO3 ആണ്. അത് ബോറിക് ആസിഡാണ്. അതേപോലെ തന്നെ
ഇവിടെ SiO2ലേക്ക് വാട്ടർ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഒരു ആസിഡാണ്. അത് H4SiO4 ആണ്, വിച്ച് ഈസ് സിലിസിക് ആസിഡ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്ന് പറയുന്നത് 7ാമത്തെ ഡയഗണൽ റിലേഷൻഷിപ്പിൽ വരുന്ന 7ാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ബോറേറ്റ്സ് ആൻഡ് സിലിക്കേറ്റ്സ് ആണ്. ഫോർമേഷൻ ഓഫ് ബോറേറ്റ്സ് ആൻഡ് സിലിക്കേറ്റ്സ് അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഓക്സൈഡ്സ് ആൽക്കലിയായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ബോറേറ്റ്സ് പ്ലസ് വാട്ടർ ഉണ്ടാവും. ഇതാണ് സോഡിയം മെറ്റാബോറേറ്റ് എന്ന് പറയുന്ന സംഗതി. അതേപോലെ SiO2 ഇതേപോലെ ആൽക്കലിയായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോഡിയം മെറ്റാ സിലിക്കേറ്റും ഉണ്ടാവും. ഇവിടെ ബോറേറ്റ് സിലിക്കേറ്റ് ഫോർമേഷൻ സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രോപ്പർട്ടി സിമിലാരിറ്റി എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എസ്റ്റർ ആണ്. എസ്റ്റർ ഫോർമേഷൻ നടക്കും. ഫോർമേഷൻ ഓഫ് എസ്റ്റേഴ്സ്. എങ്ങനെയാണ് എസ്റ്റർ ഫോർമേഷൻ നടക്കുന്നത്? ബോറിക് ആസിഡ് ഏതെങ്കിലും ഒരു ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4, അതായത് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഒരു ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് 3 H2O പോയിട്ട്, അതായത് ഡീഹൈഡ്രേഷൻ നടന്നിട്ട് നമുക്കവിടെ കിട്ടുന്നത് ഈ ഒരു എസ്റ്റർ ആയിരിക്കും. ഈ എസ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് ട്രൈഈഥൈൽ ബോറേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സിലിക്കൺ, അതായത് സിലിക്കണിൻ്റെ ആസിഡ് നമ്മൾ സിലിസിക് ആസിഡ് നേരത്തെ കണ്ടു, H4SiO4, അത് ഇതേപോലെ OH ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ആൽക്കഹോളാണ് നമുക്കുള്ളത്. ഇവിടെ എത്രയാണ്? 4 ആയിരിക്കും. അപ്പം H2SO4 ഇവിടെ 4 H2 നേരത്തെ കണ്ടതുപോലെ പോകും. അങ്ങനെയാണ് പ്രൊഡക്റ്റ് എന്താണെന്നൊന്ന് എഴുതി നോക്കൂ. ഇതായിരിക്കും അവിടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ പേര് ട്രൈഈഥൈൽ സിലിക്കേറ്റ് ആണ്. ട്രൈഈഥൈൽ സിലിക്കേറ്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒൻപതാമത്തെ പ്രോപ്പർട്ടിയാണ്. ഹൈഡ്രേറ്റ്സിൻ്റെ ഫോർമേഷനാണ്. ഫോർമേഷൻ ഓഫ് ഹൈഡ്രേറ്റ്സ്. ഹൈഡ്രേറ്റ്സ് ഫോർമേഷൻ എന്ന് നമുക്ക് എഴുതാം. ഹൈഡ്രേറ്റ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുക? റിഡക്ഷൻ ഓഫ് ഇവരുടെ ഹാലൈഡ്സിനെ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, റിഡക്ഷൻ ഓഫ് ഹാലൈഡ്സ് എന്ത് വെച്ചിട്ട്? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഹൈഡ്രേറ്റ്സ്. ഇവരുടെ ഹൈഡ്രേറ്റ്സ് കിട്ടും. അതായത് ഇപ്പോൾ ബോറോണിൻ്റെ ട്രൈക്ലോറൈഡിനെ നമ്മൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് LiCl AlCl3 പ്ലസ് 2B2H6 ആയിരിക്കും. ഈ B2H6 എന്ന് പറയുന്നത് ഡൈബൊറൈൻ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ഹൈഡ്രൈഡാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇതേപോലെ സിലിക്കൺ ക്ലോറൈഡിന്, ടെട്രാക്ലോറൈഡിനെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ചിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതേപോലെ ലിഥിയം ക്ലോറൈഡും AlCl3, അതേപോലെ തന്നെ സിലിക്കണിൻ്റെ ഹൈഡ്രൈഡും നമുക്ക് കിട്ടും. അടുത്താണ് ലാസ്റ്റ് പ്രോപ്പർട്ടി, ലാസ്റ്റ് സിമിലാരിറ്റി ബോറോണും സിലിക്കണും തമ്മിലുള്ള. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോലിസിസ് റിയാക്ഷനാണ്. ഹൈഡ്രോലിസിസ് ഓഫ് ഹാലൈറ്റ്സ്. ഹാലൈറ്റ്സിൻ്റെ ഹൈഡ്രോലിസിസിൽ ഏകദേശം സിമിലർ റിയാക്ഷനാണ് ബോറോണിൻ്റെ കേസിലും സിലിക്കണിൻ്റെ കേസിലും നടക്കുന്നത്. അതായത് BF3 എന്ന് പറയുന്ന ഹാലൈഡ് H2
H2Oനോട് റിയാക്ട് ചെയ്യുന്നതാണ് ഹൈഡ്രോളിസിസ് എന്നറിയാലോ. കിട്ടുന്നത് എന്താണ്? ഓർത്തോബോറിക് ആസിഡും HFും കിട്ടും, ഹൈഡ്രജൻ ഫ്ലൂറൈഡും കിട്ടും. അതേസമയം സിലിക്കൺ ഫ്ലൂറൈഡ് ഇതേപോലെ H2O ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട സിലിസിക് ആസിഡും ഓർത്തോസിലിസിക് ആസിഡും HFും നമുക്ക് കിട്ടും. ഇനി എക്സസ് ആയിട്ട് നമ്മൾ BF3 റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ ഫസ്റ്റ് കേസിൽ ഇവിടെ എക്സസ് ആയിട്ട് BF3 റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ BF3 എന്ത് ചെയ്യും? ഇവിടെയുള്ള HFുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ HBF4 കിട്ടും. ഒരു കോംപ്ലക്സ് ആയിട്ട് നമുക്ക് എഴുതാം. ഇത് ശരിക്കും ബോറിക് ആസിഡ് എന്നാണ് പറയുക. ബോറിക് ആസിഡ് എന്നാണ് ഇതിന് പറയുക. ഇനി അതേപോലെ നമ്മൾ എക്സസ് SiFO സിലിക്കൺ ഫ്ലൂറൈഡ് സെക്കൻഡ് കേസിൽ വരണുണ്ടെങ്കിൽ ഇവിടെ സിലിക്കൺ ഫ്ലൂറൈഡാണ് എക്സസ് ആയിട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഈ SiF4 എക്സസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ SiF4 HFുമായിട്ട് റിയാക്ട് ചെയ്യും. SiF4 HFുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് H2SiF6 ഇതിനെ പറയുന്നത് സിലിസിക് ആസിഡ് എന്ന് പറയും. സിലിസിക് ആസിഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയഗണൽ റിലേഷൻഷിപ്പിൽ പറയുന്നുള്ളത്. 10ഓളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതാണ് ഡയഗണൽ റിലേഷൻഷിപ്പിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ എലമെൻറ്റ്സ് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതുപോലെ ഓരോ എലമെൻറ്റിൻ്റെയും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് പറയാനുണ്ട്, ഇത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് പറയാനുണ്ട്, ഓക്സൈഡ്സ് പറയാനുണ്ട്, ഹൈഡ്രോക്സൈഡ്സ്, ഹാലൈഡ്സ്, അതേപോലെ ബൊറൈൻസ്, ഇത്രയും കാര്യങ്ങൾ, നൈട്രേറ്റ്സ് ഒക്കെ നമുക്ക് പറയാനുണ്ട്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ഒപ്പീനിയൻസും അതേപോലെ തന്നെ ഈ നോട്ട്സും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇതേപോലെയുള്ള ക്ലാസ്, നോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സും അവൈലബിൾ ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ID കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ മെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അങ്ങനെയാണെങ്കിൽ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അതായിരിക്കും. ബൈ.